അങ്ങനെ നമ്മുടെ മുത്തശ്ശന്റെ സ്വാധീനം ഉപയോഗിച്ച് ആദർശിനെ ദുബായിലെ ജയിലിൽ നിന്ന് ഇറക്കുന്നുണ്ട്. ആദർശ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അവനെതിരെ ഉള്ളതെല്ലാം കള്ളത്തെളിവാണെന്നും മുത്തശ്ശൻ അവിടെ തെളിയിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആദർശ് 2-3 ദിവസത്തിനകം തന്നെ തിരികെ എത്തുന്നുണ്ട്. ആകെപ്പാടെ സങ്കടത്തിലാണല്ലോ നയനയും ദേവയാനിയും എല്ലാം. നയന ഈ വാർത്തയറിഞ്ഞ് കുഴഞ്ഞു വീഴുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഇതുപോലെ ടെൻഷൻ പിന്നെ വാർത്തകളൊന്നും കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. എന്തായാലും കുഞ്ഞിനും അമ്മയ്ക്കും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു വിടുകയാണ് കേട്ടോ. നയനയാണെങ്കിലോ വീട്ടിൽ വന്നിട്ട് ആഹാരമൊന്നും കഴിക്കുന്നില്ല. ഈ സമയത്ത് ദേവയാനാണെങ്കിൽ വഴക്ക് പറഞ്ഞും കരഞ്ഞും ഒക്കെ നയനേനെ ആഹാരം കഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് അനി വിളിച്ചിട്ട് നന്ദുവിനോട് നയന ഇങ്ങനെ കുഴഞ്ഞു വീണ കാര്യങ്ങളെല്ലാം പറയാം കേട്ടോ. അപ്പോഴേക്കും നന്ദു പോയിട്ട് അമ്മയോട് അച്ഛനോട് പറയുന്നുണ്ട്, അമ്മയും അച്ഛനും ഇനിയിപ്പോ അനന്തപുരിയിലേക്ക് പോകണം, അനി ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു, നയനേച്ചി സത്യം അറിഞ്ഞ് കുഴഞ്ഞു വീണു എന്ന് പറയുമ്പോഴേക്കും എൻ്റെ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടുത്ത് കരയാണ് കേട്ടോ നമ്മുടെ കനകം. ഗോവിന്ദനാണെങ്കിലോ മോളെ എന്നിട്ട് എൻ്റെ മോക്ക് എന്ത് സംഭവിച്ചു, എന്തെങ്കിലും പറ്റിയോ, എൻ്റെ മോളുടെ വയറ്റില് ഇപ്പൊ ഒരു കുഞ്ഞുള്ളതാ എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇല്ലച്ചാ ഒന്നും പേടിക്കാനില്ല, എല്ലാവരും കൂടി എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, കുഞ്ഞിനും ചേച്ചിക്കും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്നറിഞ്ഞ ഷോക്കില് അതിങ്ങനെ സംഭവിച്ചതാ, വേറെ പ്രശ്നമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്, എന്തായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയിക്കോ, എനിക്ക് വയ്യല്ലോ, ഞാനിവിടെ കിടന്നോളാം, അത് പിന്നെ മോളെ ഒറ്റക്കാക്കിയിട്ട് ഞങ്ങൾ എങ്ങനെ പോകും, മോളുടെ ഒറ്റയ്ക്കുള്ളപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ, മോടെ കാലിന് സുഖമില്ലാത്തതല്ലേ, അതുപോലെ ആക്രമിക്കാൻ വീണ്ടും ആരെങ്കിലും വന്നാലോ, ഇല്ലച്ചാ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ പോയിട്ട് വാ, അയൽവക്കത്തൊക്കെ ആളുകളുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ കനകവും ഗോവിന്ദനും കൂടിയിട്ട് നേരെ അനന്തപുരിക്കോട്ട് വെച്ച് പിടിപ്പിക്കുകയാണ്. ഈ സമയത്ത് നവ്യാണെങ്കിലോ സന്തോഷിച്ച് റൂമിൽ നിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് അഭിയോട് പറയുന്നുണ്ട്, എങ്കിലും ഇതൊരു നല്ലൊരു വാർത്തയാടാ, നിന്നോട് ചെയ്താനെ അവരോട് ദൈവം ചോദിച്ചത് തന്നെയാ, നിന്നെ ഈ ഒരു കേസിൽ കുടുക്കി അവർ ജയിലിലാക്കിയില്ലേ, ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, എല്ലാവരും എന്ത് സന്തോഷത്തിലായിരുന്നെന്ന്, നിന്നെ ജയിലിലാക്കാൻ വേണ്ടി എൻ്റെ 2 അനിയത്തിമാരും കൂടെ കയറി കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ, എന്നിട്ടിപ്പോ 2 പേരും കരഞ്ഞോണ്ടിരിപ്പുണ്ട്, ഒരുത്തിരിയാണെങ്കിലോ കാലൊടിഞ്ഞു, ഒരുത്തിക്കോ ദൈപ്പം അവളുടെ ഭർത്താവ് ജയിലില്, അങ്ങനെ തന്നെ വേണോടാ എന്നൊക്കെ പറയുമ്പം അഭി പറയാണ്, അതേ നവ്യേ, എന്നെ കരയിച്ച നിന്നെ സങ്കടപ്പെടുത്തിയ എല്ലാവർക്കും തിരിച്ചടി കിട്ടണം, പക്ഷേ നിന്റെ അനിയത്തിയുമായിട്ടുള്ള കുഞ്ഞിന് മാത്രം ഒന്നും സംഭവിച്ചില്ലെന്ന് ഓർക്കുമ്പം എനിക്ക് സങ്കടമുണ്ട്. നവ്യ പറയാണ്, നീ അങ്ങനൊന്നും പറയണ്ട, അവളുടെ വീട്ടിലെ കുഞ്ഞിന് ഒന്നും സംഭവിക്കരുത്, ഒരിക്കലും ഞാനത് ആഗ്രഹിച്ചിട്ടില്ല, അത് ഈ ലോകം കാണാത്ത ഒരു പാവം കുഞ്ഞ, നിഷ്കളങ്കമായ കുഞ്ഞ, നമ്മുടെ മോനെ പോലെ, ഒരിക്കലും അങ്ങനെയൊന്നും ആരെക്കുറിച്ചും ചിന്തിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവ മനസ്സിൽ കരുതുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാടി, എൻ്റെ കയ്യില് എല്ലാം ഒന്ന് ഒതുങ്ങിക്കോട്ടെ, നിന്നെയും നിന്റെ അനിയത്തിനെയും ഈ കിടക്കുന്ന കുഞ്ഞിനെയും എല്ലാവരെയും ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ അഭി മനസ്സിൽ പറയുമ്പോൾ, നീ എന്താടാ ആലോചിക്കുന്നത്, എന്താടാ എന്ന് ചോദിക്കാണ്. നമുക്കേ ഈ സംഭവം ഒന്ന് ആഘോഷമാക്കണം, കേക്ക് മുറിച്ചതിനെ ആഘോഷിക്കണം, രബി ഇവിടെ വെച്ച് വലിയ സീനൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ, മിക്കവാറും ഈ ഒരു പ്രശ്നം പറഞ്ഞ് എല്ലാവരും കൂടി നിന്റെ തലയേക്കാറാൻ സാധ്യതയുണ്ട്. നവ്യേ, ഞാനത് പറയാനിരിക്കായിരുന്നു, ഇനിയിപ്പോളെ എന്നെക്കുറിച്ച് വേണമെങ്കിൽ ഇവിടെ അപവാദമൊക്കെ പറഞ്ഞു പരത്തും, ആദർശ് ഇങ്ങനൊരു ആഭാസനാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ, എന്നെ ജയിൽ പുള്ളിയാക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും എന്തൊരു സന്തോഷമായിരുന്നു, ഇപ്പോഴാ അവരുടെ സ്വന്തം മകൻ ഒരു ജയിൽ പുള്ളി, അതുപോലെ അവരുടെ മകനാണെങ്കിലോ ഒരു റേപ്പിസ്റ്റ്, ഒരു പെണ്ണിനെ പിഴപ്പിച്ചുപേക്ഷിച്ച ഒരു വൃത്തികെട്ടവൻ, എന്നിട്ട് എല്ലാവരും കൂടി അതെല്ലാം എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നീയൊന്ന് കരുതിയിരുന്നോണം, ആരെന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ നവ്യ പറയാണ്, ഇല്ലടാ, എനിക്ക് എല്ലാവരുടെ സ്വഭാവം നന്നായി മനസ്സിലായി, എല്ലാവർക്കും ആദർശിനെയും അനിയെ മതി, നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയേ ഇവിടെ ഉള്ളവര് എന്ത് വേണമെങ്കിലും ചെയ്യുന്ന എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ നിന്നെക്കുറിച്ച് ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, നീ പേടിക്കണ്ട, നമുക്കേ പുറത്തെവിടെയും പോയി ഫുഡൊക്കെ കഴിച്ചെന്ന് അടിച്ചു പൊളിച്ചിട്ട് വന്നാലോ. നവ്യെ, ഈ സമയത്തെ നമ്മൾ അവരുടെ കൂടി ഒന്ന് അഭിനയിച്ച് നിൽക്കുന്നത് നല്ലത്, അല്ലാതെ നമ്മളിങ്ങനെ ഒരുപാട് ആഘോഷിക്കാനൊക്കെ നിന്നാലേ മുത്തച്ഛൻ അറിഞ്ഞാൽ അത് പ്രശ്നമാകും, പുള്ളിക്ക് പിന്നെ നമ്മളെ കണ്ണിന് കണ്ടുകൂടല്ലോ, അതുകൊണ്ട് ഇല്ലാത്ത സീനൊക്കെ ഉണ്ടാക്കും, അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് ഒതുങ്ങി നിൽക്കാം, നാളെ ആട്ടെ നിന്നെ കുഞ്ഞിനെ കൊണ്ട് പോയി ഞാനൊന്ന് അടിച്ചു പൊളിക്കുന്നുണ്ട് എന്ന് പറയാണ്.
ഇതേ സമയത്ത് ഹാളില് എല്ലാവരും കൂട്ടം കൂടിയിരുന്ന് ആലോചിക്കുകയും കരയും പറയുകയും ഒക്കെ ചെയ്യാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മുടെ മുത്തശ്ശൻ കരുക്കൾ നീക്കിക്കൊണ്ട് ആദർശിനെ അവിടുന്ന് ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴേക്കും കനകവും ഗോവിന്ദനും ഓടി അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. വന്ന പാടെ കരഞ്ഞുകൊണ്ട് അവർ ഓടി വരികയാണ്. അപ്പോൾ ഈ സമയത്ത് ജാനകി ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ സംഭവമൊക്കെ അറിഞ്ഞു അനിമോ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും ജാനകി അനിയൊന്ന് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അവനിപ്പോഴും അവളുടെ വിളിയും കോണ്ടാക്റ്റൊക്കെ ഉണ്ടെന്ന് ജാനകി മനസ്സിലാക്കുകയാണ്. അപ്പോൾ ദേവയാനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, ആദർശന് എന്താ പറ്റിയേ? അപ്പോഴേക്കും ഗോവിന്ദൻ പോയിട്ട് മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, എന്താ സാറേ ആദർശ് എന്താ പറ്റിയത്? മുത്തശ്ശൻ പറയാണ്, ബിസിനസ് പരമായിട്ട് നമുക്ക് ഒരുപാട് എതിരുകളുണ്ട്. ഇപ്പൊ പുതിയൊരു കമ്പനി കൂടി തുറന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും AM ജ്വല്ലറിയുടെ ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. അവർ ഗൾഫിലും നമ്പർ 1 ആകാൻ വേണ്ടി നമ്മളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിരിക്കുക. ആ സമയത്താ അവിടുത്തെ കുഴപ്പങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി ആദർശ് അങ്ങോട്ടേക്ക് പോയത്. അവനെ മനഃപൂർവ്വം അവരെ കെണിയിൽ പെടുത്തിയതാ. സാറില്ല ഗോവിന്ദ, വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് ആദർശിനെ ഇറക്കിയിരിക്കും. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അവൻ അധികകാലമൊന്നും കിടക്കേണ്ടി വരില്ല. എനിക്കിവിടെ മാത്രമല്ല അവിടെ നല്ല സ്വാധീനമുണ്ട് എന്ന് പറയാണ്. ഞങ്ങൾക്കറിയാം സാറേ, പക്ഷേ ഞങ്ങളുടെ മോളുടെ അവസ്ഥ കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കനകവും ഗോവിന്ദനും ഓടിച്ചെന്ന് നയനെ പിടിക്കാണ്. നയനമോളെ എങ്ങനെയുണ്ട് മോക്കിപ്പോ? മോള് ബോധം കെട്ട് വീണു എന്നൊക്കെ അനി വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോ ഞങ്ങളുടെ കൈയും കാലൊക്കെ തളർന്നു പോയി. ഇല്ലമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ആദർശേട്ടനെ ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം, അത്ര മാത്രം മതി. അത് ഓർത്തോർത്താ ഞാൻ ഇവിടെ കിടന്ന് ഈ നരയിക്കുന്നത്. ഇപ്പോ എനിക്ക് ഒരു കുഴപ്പമില്ല. ആ വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലമ്മേ, അങ്ങനെ ഞാൻ കുഴഞ്ഞു വീണ് പോയതാ എന്ന് പറയുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, കനവ് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുഞ്ഞിനും അമ്മയ്ക്കും ഒരു കുഴപ്പമില്ല. നയന ആഹാരം ഒന്നും കഴിക്കുന്നില്ല. ഇതറിഞ്ഞ പിന്നെ നിർബന്ധിച്ച് ഞാൻ എന്തൊക്കെയോ അവളെ തീറ്റിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ മുതലേ ഞാനും ആകപ്പാടെ തളർന്ന അവസ്ഥയിലാ. പിന്നെ എൻ്റെ മോളെ നോക്കണ്ടേ, അതുകൊണ്ട് ഞാൻ കടിച്ചു പിടിച്ച് എല്ലാം ക്ഷമിച്ച് സഹിച്ച് നിൽക്കാണ് എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, ഞങ്ങൾ എല്ലാവരും ഓരോ പ്രതിസന്ധിയിലൂടെ ഇപ്പൊ കടന്നു പോകുന്നത്. ഈ വീട്ടിന് എന്തോ ഒരു കണ്ണറ് തട്ടിയതാ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ല. എന്തോ ഒരു സമയദോഷം നമ്മുടെ വീടിനുണ്ട്. അതാ ഇങ്ങനെയൊക്കെ മാറി തിരിഞ്ഞും ഓരോ അപകടങ്ങളും പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ കനകം വന്നിട്ട് നയനമോളെ കെട്ടിപ്പിടിച്ച് കരുന്നുണ്ട്. നവ്യമോൾ എന്തിയെ, അവൾ ഈ വാർത്ത അറിഞ്ഞോ? അപ്പോഴേക്കും ദേവേനി പറയാണ്, അവൾക്ക് സന്തോഷമുള്ള വാർത്തയാണല്ലോ ഇതറിഞ്ഞതിൽ പിന്നെ അവള് ഭയങ്കര ഹാപ്പിയാ. അവള് മാത്രല്ല, അവളുടെ ഭർത്താവും അമ്മായിമ്മയും എല്ലാം. ജലജ പറയാണ്, ഏടത്തി എന്ത് വർത്താനീ പറഞ്ഞേ? ഇതങ്ങനെ സന്തോഷമുള്ള വാർത്തയാണോ? ഞാന് ചീർച്ചുള്ളി നടന്നോ? ഇല്ലല്ലോ. ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമൊക്കെയുണ്ട്. എൻ്റെ മോൻ ജയിലിൽ പോയപ്പം ആർക്കും ഒരു സങ്കടം ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനല്ല. ആദർശിനെ ഞാനും എൻ്റെ സ്വന്തം മോനെ പോലെ കണ്ടത്, അതുകൊണ്ട് എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ദേവേനി പറയാണ്, നീ ഒന്നും മിണ്ടാതിരി ജലജെ, മതി. നിന്റെ ഇഷ്ടമൊക്കെ സ്നേഹമൊക്കെ എന്താണെന്നൊക്കെ എനിക്കറിയാം. കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ ദേവയാനി വഴക്ക് പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിലോ അനി ഓർക്കാണ്, അയ്യോ പാവം നന്ദു, അവൾ ഒറ്റയ്ക്കാണല്ലോ. അവനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും അവളോടുണ്ടെന്നറിഞ്ഞിട്ട് അങ്ങോട്ടെങ്ങാണ് ചെന്നാലോ? അച്ഛനമ്മയും ഇവിടെയല്ലേ എന്ന് ഓർക്കാണ്. ഈ സമയത്ത് കൃത്യമായിട്ട് അനിയുടെ ഫോണിലേക്ക് ജ്വല്ലറിയിൽ നിന്ന് ഒരു കോള് വരുന്നുണ്ട്. അനി എന്താ ചോദിക്കുമ്പം അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശനോട് പറയാണ്, കമ്പനിന്നാ വിളിച്ചിരിക്കുന്നത്, അത്യാവശ്യമായിട്ട് അവിടെ മരുന്ന് ചെല്ലാൻ പറഞ്ഞു, ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് പോവാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം മുമ്പിലെ ചാണല്ലോ കമ്പനിയിൽ നിന്ന് ഒരു കോള് വന്നത്. അതുകൊണ്ട് തന്നെ അവൻ സ്പീഡിൽ തന്നെ കമ്പനിയിലേക്ക് പോവാണ്. കമ്പനി ചെല്ലുമ്പോഴേക്കും അവിടുന്ന് ഇതുപോലെ കുറച്ച് പേപ്പേഴ്സിലൊക്കെ സൈൻ വേണം, കുറച്ച് കാര്യങ്ങളുടെയൊക്കെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടായിരിക്കും അനിയെ വിളിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അനി കമ്പനി നിന്നുകൊണ്ട് മുത്തശ്ശനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതായത് ആദർശിന്റെ സൈൻ വേണ്ട കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ്, അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് മുത്തശ്ശനെ വിളിച്ച് ചോദിക്കാണ് കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോന്ന് അവരോട് ചോദിക്ക്. ഒരു 3 ദിവസം അത്രയും സമയം കിട്ടുമെന്ന് ചോദിക്കാൻ പറയുമ്പോൾ അവർ അതിനുള്ള ടൈം കൊടുക്കുകയാണ്. ബാക്കിയെല്ലാം അനി തന്നെ ഫില്ല് ചെയ്ത് ബാക്കിയെല്ലാം റെഡിയാക്കുന്നുണ്ട്. എന്താ അച്ഛാ, ആരാ വിളിച്ചത്? അനിയാണോ ചോദിക്കാണ്. അതെ, എന്തൊക്കെയോ അവിടെ ആദർശിന്റെ സൈൻ വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ കമ്പനിയിൽ. അതിനുവേണ്ടി കോൺട്രാക്ട് ഒക്കെ വന്ന് നിൽക്കുകയാണ്. അതാ ഇപ്പോ അനി വിളിച്ചത്. 2-3 ദിവസത്തെ സാവകാശം തരുമോന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് തരാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്.
ഇവിടുത്തെ കമ്പനിയിലും പ്രശ്നങ്ങളാണോ സാറേ എന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പം ആദർശല്ലേ എം ഡി സ്ഥാനത്തിരുന്നത്, അവൻ പോയിന്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓൺലൈനായിട്ട് ഇരുന്നാണേലും അവൻ എല്ലാം ചെയ്തോന്നൊരു ഇതിലല്ലേ, നിഗമനത്തിലല്ലേ അവൻ ദുബായിക്ക് പോയത്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും അറിഞ്ഞില്ലല്ലോ. പിന്നെ അനി എല്ലായിടത്തും ഓടി നടന്ന് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ജയനും അജയനും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് കുഴപ്പങ്ങളില്ലാതെ എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ആദർശ് ജയിലിലായ പിന്നെ അനി വല്ലാത്തൊരു മാനസികാവസ്ഥയില. അവന്റെ എല്ലാം ആയിരുന്നല്ലോ ആദർശ്. അവൻ പോയതിൽ പിന്നെ അവന് ഭയങ്കര ബുദ്ധിമുട്ടാ. അനിക്കാണെങ്കിലോ എപ്പോഴും എന്തോ നഷ്ടപ്പെട്ട അവസ്ഥയില അവന്റെ നടപ്പ്. ആദർശിനെ കുറിച്ച് മാത്രമാണ് എപ്പോഴും ചിന്ത എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. ഗോവിന്ദന്റെ കനകത്തിനൊരു സമാധാനമാവുന്നുണ്ട്. അനി അങ്ങോട്ടാണല്ലോ പോയതെന്ന് ഓർത്തിട്ട്. അതുപോലെ തന്നെ ജാനകിയും കമ്പനി നമ്മൾ വിളിച്ചല്ലോ, അതുകൊണ്ട് അപ്പൊ കമ്പനിയിലെ കാര്യങ്ങളെല്ലാം തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ അനി എല്ലാം സോൾവ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും പറഞ്ഞ് എല്ലാം റെഡിയാക്കുകയും ബാക്കി എല്ലാ കാര്യങ്ങളും അവന് കൃത്യമായ രീതിയിൽ തന്നെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരെ നമ്മുടെ നന്ദുവിനടുത്തേക്ക് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവൻ നേരെ നന്ദന്റെ വീട്ടിലേക്ക് ബൈക്ക് നിർത്തിയിട്ട് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. കയറി നേരെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോ നന്ദു ചോദിക്കാണ്, നീ എന്താണ് ഇവിടെ, എന്താണ് നീ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ നിന്നെ കാണാൻ വന്നതാ. എന്നെ കാണാനോ? അമ്മയും അച്ഛനും അനന്തപുരിക്കോട്ട് വന്നല്ലോ. വന്നു അവരോടുണ്ട്. നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ? നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കിട്ടിട്ട് അവര് പോയത് ശരിയായില്ല. പിന്നെ ചേച്ചിയെ കാണണ്ടേ? ചേച്ചിയെ കാണാനായിട്ട് അവര് വരണ്ടല്ലേ? ചേച്ചി ഇവിടെ അങ്ങനെ ആവുന്ന അവസ്ഥയെ അറിഞ്ഞത് തൊട്ട് അമ്മയ്ക്കും അച്ഛനും ഒരു സമാധാനം ഇല്ലായിരുന്നു. പിന്നെ ഇന്ന് ചേച്ചി അറിഞ്ഞപ്പോഴാ ഞാൻ പറഞ്ഞയച്ചത്. എങ്കിലും നിന്നെ ഇങ്ങനെ ആക്രമിക്കാനൊക്കെ ആൾക്കാർ ചുറ്റും നടക്കുന്ന സമയത്ത് നിന്നെ ഒറ്റക്കിട്ട് പോയത് എനിക്ക് വല്ലാത്ത വിഷമമായി. ആരെയെങ്കിലും വിളിച്ച് കൂട്ടിരുത്തായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങ് ഓടിപ്പോന്നത്. അമ്മ അച്ഛനും മനസ്സിലാവില്ലടാ നീ ഇങ്ങോട്ടാ വന്നേന്ന്. ഇല്ല, കൃത്യസമയത്ത് കമ്പനിയിൽ ഒരു കോള് വന്നു. ഞാൻ എന്നിട്ട് കമ്പനിയിൽ പോയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം സോൾവ് ചെയ്തിട്ട് ഓടി ഇങ്ങോട്ടേക്ക് വന്നതാ. നിന്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കാനായിട്ട്. ഒരു സമാധാനമില്ല. ആദർശയുടെ ജയിലാന്ന് പറഞ്ഞ പിന്നെ ഞാൻ ആകെപ്പാടെ വല്ലാത്തൊരു മാനസികാവസ്ഥയില. പിന്നെ നയനേച്ചിയുടെ കാര്യം പറയണം. ചേച്ചിയാണെങ്കിലോ ഇപ്പൊ പ്രഗ്നന്റ് കൂടിയല്ലേ എന്ന് ചോദിക്കാണ്. നന്ദു പറയുന്നുണ്ട്, അതാ എനിക്ക് മനസ്സിലാവാത്ത, എന്ത് പറ്റിയായിരിക്കും ആദർശേട്ടന്? അവിടെ ശത്രുക്കളെല്ലാം ഉണ്ടോ, അതോ ഇനി അഭി വല്ലതും പണി കൊടുത്തതായിരിക്കോ? അപ്പോ ആദർശ് പറയാണ്, ആ AM ജ്വല്ലറിക്കാര് അവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരെ കുറച്ച് കുഴപ്പം പിടിച്ചവരാ. ഏത് നാട്ടില് അവര് കട തുടങ്ങിയാലും അവരായിരിക്കണം ബിസിനസ്സിൽ നമ്പർ 1. അങ്ങനെ ഒരു ചിന്ത അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ തൊട്ട് മുന്നിലുള്ളവരെല്ലാം അവർ അടിച്ചമർത്താൻ ശ്രമിക്കും. നമ്മളാണ് അവരുടെ ഏറ്റവും ഒത്ത എതിരാളികള്. അതുകൊണ്ട് തന്നെ അവർ മനഃപൂർവ്വം ആദർശേട്ടനെ അങ്ങോട്ടേക്ക് വരുത്തിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കിയതാ. മനഃപൂർവ്വം ആദർശേട്ടനെ കുടിക്കുക തന്നെയാ. പിന്നെ സാരമില്ല, മുത്തശ്ശൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. 2-3 ദിവസത്തിനകം ആദർശേട്ടൻ ഇറങ്ങുമെന്നാ മുത്തശ്ശൻ പറഞ്ഞത്. നയനേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. നയനേച്ചിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ആശുപത്രി കൊണ്ടുപോയി, കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്നാ പിന്നെ നീ പോയിക്കോ. എനിക്ക് പേടിയാവുന്നു. അച്ഛനമ്മയും വരുമ്പോ നിന്നെ കണ്ടാലേ അത് മോശമല്ലേ? അതൊന്നും സാരമില്ല. കുറച്ചു നേരം കൂടി ഞാനിവിടെ ഇരിക്കട്ടെ. അവരെന്തായാലും കുറച്ചു നേരം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ നന്ദു അനി കുറെ നേരം സംസാരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. നവീനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവളാണെങ്കിലോ സ്വന്തം ആങ്ങളെ പോലെ ആണെന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളുടെ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ശേഷം കട്ടിലിൽ ഇരുന്നതിന് ശേഷം അവളുടെ കാലെടുത്ത് അനി മടിയിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് പതിയെ തടവിയൊക്കെ കൊടുക്കുകയാണ്. നന്ദു ചോദിക്കുകയാണ്, അല്ല എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശമൊന്നുമില്ല നന്ദു. നിന്റെ അടുത്ത് ഇങ്ങനെ കുറച്ചേരം ഇരിക്കണം, നിന്നെ കണ്ടോണ്ടിരിക്കണം, ആരെ ശല്യമില്ലാതെ, അത്ര മാത്രമേ ഉള്ളൂ. ഇനി എന്നാണോ നിന്നെ എന്റെ വീട്ടില് എന്റെ മുറിയില് ഇങ്ങനെ കട്ടിലെ കൊണ്ട് ഇരുത്താൻ പറ്റുകയെന്ന് എനിക്കൊരു ഉറപ്പുമില്ല എന്ന് പറയുമ്പോ നന്ദു പറയാണ്, അത് നടക്കുമെന്ന് തന്നെ എനിക്കൊരു പിടിയില്ലടാ. ഇവിടുത്തെ കാര്യമൊക്കെ നിനക്കറിയാലോ. ഇന്നലെ നിന്റെ ഫോൺ വന്നപ്പോ തന്നെ അച്ഛനമ്മയും ഓടിപ്പാഞ്ഞു വരികയായിരുന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ സോൾവ് ചെയ്ത് വിട്ടു. അന്ന് രാത്രി വന്നത് നീയാണോന്നേ അമ്മയ്ക്ക് നല്ല സംശയമുണ്ട്. അമ്മ പലതവണ മുള്ള മനോജൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും സാരമില്ല, അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട, നിൽക്കണ്ട. അറിയുവാണെങ്കിലേ അങ്ങ് അറിയട്ടെ. നമ്മൾ തമ്മില് ഇപ്പോഴും ബന്ധമുണ്ടെന്ന് അറിഞ്ഞാലേ വേറെ കല്യാണത്തിനൊന്നും ആരും മുതിരാൻ നിൽക്കില്ല. വീട്ടിലാണെങ്കിലോ കല്യാണാലോചനയുടെ ബഹളമാ. അമ്മയുടെ കുറെ വകയിലുള്ള സ്വന്തക്കാരെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറഞ്ഞു മടുത്തു. ഇപ്പൊ എന്തായാലും വലിയ ഭീഷണിയൊന്നുമില്ല. ആ മരണ ഭീഷണിയൊക്കെ ആത്മഹത്യ ഭീഷണിയൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. പക്ഷേ കൊണ്ടുവരില്ലെന്നുള്ള ഒറ്റ വാശിക്ക അമ്മയ്ക്ക്. നീ എന്താവുമെന്നും അറിയില്ല. എങ്ങനെയെങ്കിലും അമ്മയുടെ മനസ്സിനെ മാറ്റിയെടുക്കുന്നുണ്ടോ എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ചോളൂ നടക്കുള്ളൂ.
അതൊക്കെ നടക്കും, നീ വിഷമിക്കാതിരിക്കുക എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ജയനാണെങ്കിൽ അനിയെ വിളിച്ചിട്ട് കമ്പനിയിലെ കാര്യങ്ങളൊക്കെ സോൾവ് ആയെന്ന് ചോദിക്കുമ്പം സോൾവ് ആയി വിളിച്ച കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. ദേ കനകവും ഗോവിന്ദനൊക്കെ പോകാനായിട്ട് ഇറങ്ങാണ്, ഊണ് കഴിച്ചിട്ട് പോകാന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്തായാലും അവരിപ്പോ ഇറങ്ങാൻ പോവാന്ന് പറഞ്ഞു, നീ വരുന്നുണ്ടോ ഇപ്പോ എന്ന് ചോദിക്കുമ്പം അതെ ഞാൻ വരുവാണെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വല്യച്ഛനാ വിളിച്ചത്, നിന്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെന്ന്. അതെന്താ വല്യച്ഛൻ അങ്ങനെ പറഞ്ഞേ? അല്ല, കമ്പനിയിലെ കാര്യം വിളിച്ചതാ, ആ സമയത്ത് ആ റൂം ഒഴിക്കാൻ നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കുന്നില്ലെന്നും പറഞ്ഞിട്ട് അവർ ഇറങ്ങുകയാണെന്ന്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അനിയാണെങ്കിലോ നമ്മുടെ നന്ദുവിന്റെ കവളത്ത് ഒരു ഉമ്മയും കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ പോയ സമയത്ത് ജയം പറയുന്നുണ്ട്, എന്നാൽ ഇത്ര ആയില്ലേ, ഊണ് കഴിച്ചിട്ട് പോകാം. ഗോവിന്ദൻ പറയാണ്, വേണ്ട, അവിടെ നന്ദുമോൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അവക്ക് ബാത്റൂമിൽ പോണെങ്കിൽ പോലും ഒന്ന് പിടിച്ച് സഹായിക്കണം, കാല് വെളുത്ത് കുത്താൻ പാടില്ലെന്നാ പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നത് ശരിയല്ലല്ലോ. കനകം പറയാണ്, മോളുടെ ഈ അവസ്ഥയില് അമ്മയ്ക്ക് നിൽക്കണമെന്നുണ്ട്, എന്ത് ചെയ്യാനാ, നന്ദമോളെ ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിൽ പോലും ഞാൻ വേണം, അതുകൊണ്ടാ മോളെ, അല്ലാതെ അമ്മയോടൊന്നും തോന്നല്ലേ. ദേവേദി പറയാണ്, കനവ് എന്തിനാ വിഷമിക്കുന്നേ, ഇവിടെ ഞാനുണ്ടല്ലോ അമ്മയായിട്ട്, പിന്നെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാവുന്നല്ലേ, നിങ്ങൾ വന്നപ്പോ നന്ദുനെ കൂടെ കൊണ്ടുവന്നാ മതിയായിരുന്നു, നിങ്ങൾക്ക് 2 ദിവസം ഇവിടെ നിന്നാ മതിയായിരുന്നല്ലോ എന്ന് പറയുമ്പോ കനകം പറയാണ്, കാല് കുത്തി അവ കൊട്ടു നടക്കാൻ വയ്യ, ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വിധത്തിലെ വീട്ടിൽ കൊണ്ടുവന്നത്, അകത്തോടൊന്നും നടക്കരുന്ന ഡോക്ടർ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞേക്കുന്നേ, അതുകൊണ്ടാ കൊണ്ടുവരുന്നത്, അല്ലെങ്കിലും ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോ ഞങ്ങൾ എങ്ങോട്ട് എത്തിപ്പെട്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല, മോള് സംഭവം ഒന്നും അറിയാത്തതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാതിരുന്നത്, കടിച്ചു പിടിച്ച് സങ്കടപ്പെട്ട ഞാനവിടെ നിന്നേ, മോളെ ഒന്ന് കണ്ട് ഒരു 2 വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ഓർത്ത് ഞാൻ അവിടെ ചങ്ക് പൊട്ടി നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ ശരി, ഞങ്ങൾ പോവാണ്, മോള് കരയാതിരിക്കെ, മുത്തശ്ശനും അതുപോലെ ആദർശമോന്റെ അച്ഛനും ചെറിയച്ഛനും എല്ലാവരും ഉണ്ടല്ലോ, അവരെല്ലാം നോയിക്കോളും, മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരോടും പറഞ്ഞിട്ട് അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ അനി നമ്മുടെ അനന്തപുരിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അനി, അയ്യോ പോവാണോ അച്ഛനും അമ്മയും, നിക്ക് ഊണ് കഴിച്ചിട്ട് പോകാം. വേണ്ട മോനെ, നന്ദു ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ പോവാം. എന്നാ ശരിയമ്മേ എന്നും പറഞ്ഞിട്ട് അനി അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോ ഇവൻ കമ്പനിയിലേക്ക് പോയതായതുകൊണ്ട് ഇവർ വലിയതായിട്ടൊന്നും ചിന്തിക്കാതെ അവിടുന്ന് പോവാണ്. അങ്ങനെ പോയിട്ട് നന്ദുനിലേക്ക് ചെല്ലുന്നുണ്ട്. ചെന്നതിന് ശേഷം നമ്മുടെ ജാനകി കനകം ചോദിക്കുകയാണ്, മോൾക്ക് ബാത്റൂമിൽ പോകാൻ തോന്നിയായിരുന്നോ? ഞങ്ങള് പോയിട്ട് പെട്ടെന്ന് പറഞ്ഞ് കരുതിയതാ, പക്ഷെ അവിടുത്തെ അവസ്ഥ കണ്ടുകൊണ്ടാ ഇത്ര നേരം ഇരുന്നത്. സാരില്ലമ്മേ, എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ തന്നെ ഇരിക്കുകയായിരുന്നു എന്ന് പറയാണ്. ഈ സമയത്താണ് നമ്മുടെ അനിയുടെ പോക്കറ്റിൽ നിന്ന് ചെറിയൊരു ബില്ല് ഇങ്ങനെ അവിടെ കിടക്കുന്നത് നമ്മുടെ കനകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് എടുത്തിട്ട് നമ്മുടെ കനകം ചോദിക്കുകയാണ്, ഇത് എന്തിന്റെ ബില്ല എന്ന് ചോദിക്കുന്നു കേട്ടോ. അത് പിന്നെ ഹോസ്പിറ്റൽ ബില്ലായിരിക്കും. അല്ലല്ലോ, ഇത് ഹോസ്പിറ്റൽ ബില്ലൊന്നും അല്ലല്ലോ, ഇവിടെ എല്ലാം ഞാൻ നല്ല തൂത്തു വരട്ടെ പോയതല്ലേ, പിന്നെ എന്താ ഈ പേപ്പർ തറ കിടക്കുന്നേ എന്ന് ചോദിക്കാണ്. അങ്ങനെ ഇവിടെ തുറന്നു നോക്കുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു സംശയം നമ്മുടെ കനകത്തിനുള്ളിൽ ഉണ്ട് കേട്ടോ. എന്നാ ശരി, നിനക്കിപ്പോ ബാത്റൂമിൽ പോണോ? വേണ്ടമ്മേ എന്ന് പറഞ്ഞ് അവളൊരു വെപ്രാളം പിടിച്ച പോലെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കനകം ഗോവിന്ദനോട് പറയാണ്, എന്തായാലും അനിയുടെ വന്നുള്ള കാര്യം ഉറപ്പാ ഗോവിന്ദേട്ടാ, അതങ്ങനെ അവൻ കമ്പനിയിലേക്ക് പോയതല്ലേ, കമ്പനിയിലേക്ക് പോയതിനു ശേഷം അവൻ വന്നിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പാ. അവളുടെ മുഖത്തെ ആ ഒരു പരിഭ്രമവും ആ ഒരു ഇതൊക്കെ നിങ്ങൾ കണ്ടോ? അനി വരുമ്പോഴാ അവക്ക് ഇങ്ങനെ ഉണ്ടാവാറുള്ളത്, അതെനിക്ക് മനസ്സിലാവും. അതെ, അവന്റെ പോക്കറ്റിൽ നിന്ന് പോയ ബില്ലായിരിക്കും. ദേ ഇത് നോക്കിക്കേ, ഇത് എന്തിന്റെ ബില്ലാ? അങ്ങനെ ഗോവിന്ദൻ അത് വാങ്ങി നോക്കുമ്പോഴേക്കും അത് നമ്മുടെ മൂർത്തി സ്റ്റോറിയുടെ ഒരു സ്ലിപ്പാണ് കേട്ടോ കാണുന്നത്. ഇത് മൂർത്തി സ്റ്റോറിയുടെ സ്ലിപ്പാണല്ലോ, അതെങ്ങനെ ഇവിടെ വന്നത് എന്ന് ഗോവിന്ദനോട് ചോദിക്കുമ്പം ഗോവിന്ദൻ പറയാണ്, അതേ കനകം, നിന്റെ സംശയം ശരിയാ, അപ്പോ നമ്മൾ പോയ സമയത്ത് ആനയുടെ വന്നിട്ടുണ്ടായിരുന്നു, കമ്പനിയിലേക്കെന്നും പറഞ്ഞു പോയി, കമ്പനിയിലെ കാര്യം കഴിഞ്ഞിട്ട് ആനയോട് വന്നു കാണും ഇവളെ കാണാനായിട്ട്. കനകം പറയാണ്, എത്രയൊക്കെ പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവുന്നില്ല ഗോവിന്ദേട്ടാ, ഇനി എന്തൊക്കെ ചെയ്തിട്ടും ഇവര് മാറാനും പോകുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഗോവിന്ദനും കനകവും സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീട്ടിൽ കാണിക്കാണ്. നയനയാണെങ്കിലോ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടും ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടും ഒക്കെ ഇരിക്കുമായിരിക്കും. അപ്പോഴേക്കും അനി അകത്തേക്ക് കയറി പോകുമ്പം ജയം വന്ന് ചോദിക്കുന്നുണ്ട്, നന്ദുനെ കണ്ടോ, അവക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല വിളിച്ച എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് അവന് അക്കടി പറ്റിയ പോലെ തോന്നുന്നത്. നീ കമ്പനി നേരെ അങ്ങോട്ട് പോയെന്നൊക്കെ എനിക്ക് മനസ്സിലായി,
അതാ അവരോട് ഇറങ്ങാൻ നേരം ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞത്. ഇനിയിപ്പോ അവരെ മുമ്പ് വെച്ച് നീ നാണം കളയുന്നത് കരുതിട്ടാ. അത് പിന്നെ അവളെ കാല് വീഴാതിരുന്നിട്ട് ഒന്ന് കാണാൻ പോലും ആരും സമ്മതിക്കുന്നില്ല. ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ ഞാൻ അത്ര കൊതിച്ച് നടക്കായിരുന്നു. കാല് വീണെന്നറിഞ്ഞപ്പോ ഒരുപാട് സങ്കടം തോന്നി. ചേച്ചിയാണെങ്കിലോ കാണാൻ സമ്മതിച്ചില്ല. അതുകൊണ്ടാ ആറില്ലാത്ത സമയം ഞാൻ പോയത്. അത് മാത്രമല്ല, ആ റൗഡികളൊക്കെ തക്കം ഭാരത്ത് നടക്ക. നന്ദുവിന് ഏത് നിമിഷവും എന്ത് സംഭവിക്കാം, എനിക്ക് പേടിയാ. ഇവരില്ലാത്ത സമയം നോക്കി എങ്ങാണം അവര് വന്നാലോ? അതുകൊണ്ടാ ഞാൻ പേടിച്ചു പോയി അത്ര നേരം കൂട്ടിരുന്നത്. ഇവരിറങ്ങിയെന്ന് വെളിച്ചം പറഞ്ഞപ്പോ തന്നെ ഞാനിവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ അതൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാ ഞാൻ വിളിച്ചിട്ട് നിനക്കൊരു ക്ലൂ തന്നത് എന്നും പറഞ്ഞിട്ട് അവിടുന്ന് ജയൻ പോവാണ്. ശരിക്കും നമ്മുടെ അനിയെ ഒന്ന് ജയൻ ഹെൽപ്പ് ചെയ്താണ് കേട്ടോ. അതിനുശേഷം പിന്നെ 2 ദിവസം കഴിയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് ജയിലിൽ നിന്നും റിലീസൊക്കെ ആയിട്ട് തിരികെ വരുന്നുണ്ട് കേട്ടോ. തിരികെ വന്നതിന് ശേഷം നമ്മുടെ നയനയൊക്കെ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ടല്ലോ തിരികെ വന്ന ആദർശിനെ കണ്ടപാടെ. പക്ഷെ ആദർശ് വരുന്ന കാര്യം അബിയോ ജലജിയോ നവ്യോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവരാരും അറിയാതെ നമ്മുടെ ആദർശാണെങ്കിൽ ഒരു മുറിക്കുള്ളില് നയനയുടെ മുറിക്കുള്ളില് ഒളിച്ച് താമസിക്കാണ് കേട്ടോ. അവിടുന്ന് ആദർശ് റിലീസായ കാര്യമൊന്നും അബി അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം അബിയുടെയും നബിയുടെയൊക്കെ സന്തോഷം എന്താണെന്നും അവരുടെ ബിഹേവിയർ എന്താണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാലോ. 2 ദിവസം ഞാനിവിടെ ഒളിച്ചു താമസിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരൊരു ഡ്രാമ കളിക്കാണ്. അങ്ങനെ ആദർശാകത്തുണ്ടെന്നറിയാതെ നവ്യയും അബിയും അതുപോലെ ജലജയൊക്കെ ഹോറലൊക്കെ കാട്ടിക്കൂടുന്നുണ്ട്. പക്ഷെ നവ്യക്ക് ഇന്ന് സംശയമൊക്കെ തോന്നിയിട്ട് അവരുടെ മുറിയൊക്കെ ചെക്ക് ചെയ്യാനായിട്ടൊക്കെ നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഉള്ളൊരു സംഭവമാണ് നമ്മുടെ അബിയും അതുപോലെ തന്നെ നമ്മുടെ അനാമികയും വേണുമൊക്കെ കൂടിയിട്ട് ഒരു പാർട്ടി നടത്താന്ന് പറയുന്നുണ്ട്. അബി പറയാണ്, അത് എന്റെ ചെലവാ, നമുക്ക് നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിൽ നോക്കി കയറാം, ഇന്നത്തെ ഫുഡ് എന്റെ വകയാന്ന് പറയുമ്പോൾ അത് മതി മോനെ, അത് മതി എന്ന് പറയാണ്. അങ്ങനെ രേവതിയും വേണുവും പിന്നെ നമ്മുടെ അനാമികയും അബിയും കൂടെ കൂടിയിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കയറി പോകുന്നത് നമ്മുടെ അനി പുറത്തുനിന്ന് കാണാണ്. ആഹാ, ഇവൻ ഇപ്പോഴും ഇവളുമായിട്ട് ബന്ധമുണ്ടോ? വെറുതെ അല്ല, അവക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇവൻ ഒറ്റ ഒരുത്തനാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആ 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു വെയിറ്ററിനെ ആനി വിളിക്കുന്നുണ്ട്. എടാ ഞാൻ അനിയ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എടാ നീ എനിക്ക് ഹെൽപ്പ് ചെയ്യോ? അവിടെ എന്റെ ചേട്ടൻ നിനക്ക് അറിയാലോ, അബി, അവനെ ഒന്ന് വാച്ച് ചെയ്യണം. നീ നിന്റെ ഫോണെ അവിടെ നിന്ന് കൊണ്ട് വെക്കുവോ? റെക്കോർഡ് ഓണാക്കി വെക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനെന്താ, ഞാൻ ചെയ്യാലോ, വേണമെങ്കിലേ വീഡിയോ വരെ ഓണാക്കി വെക്കാം. നീ എന്തെങ്കിലും ചെയ്ത് അവരെന്താ സംസാരിക്കുന്നതെന്നും അവർ എന്തൊക്കെയാ പറയുന്നതെന്നൊക്കെ എനിക്ക് വീഡിയോ എടുത്ത് റെക്കോർഡ് അയച്ചു തരുമെന്ന് ചോദിക്കുമ്പം അതിനെന്താടാ, ഞാൻ ചെയ്തു തരാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇവരറിയാതെ അവിടെയുള്ള ഒരു പൂവിന്റെ പുറകിലായിട്ട് ഇവരുടെ ഈ ഒരു ക്യാമറ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവരിതൊന്നും അറിയാതെ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അബി പറയുന്നുണ്ട്, എന്തായാലും എന്റെ പ്ലാൻ ഏറ്റു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവിടെ മാത്രമല്ല അവിടെ ഉണ്ട് പിടിയൊക്കെ. ആദിഷിന്റെ എതിരാളികള് അവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞതാ. അങ്ങനെ ഞാൻ വിളിച്ച അവരോട് പറഞ്ഞത് ഇങ്ങനൊരു പ്ലാൻ ചെയ്യാന്ന്. അവരതിന് സമ്മതിക്കുകയും ചെയ്തു. എങ്ങനെയെങ്കിലും ആദിഷിനെ കൊടുക്കാനേ അവർ തക്ക നോക്കി ഇരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്താ എന്റെ മെൻട്രി. അപ്പോ അവർക്ക് ഒന്നുകൂടുന്ന ബലമായി. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ അപ്പാപ്പ വിളിച്ച് അറിയിക്കുന്നുണ്ടായിരുന്നു. ആദിശ് ഇവിടുന്ന് ഇറങ്ങി അവിടെ ചെന്നപ്പോ തന്നെ ഞാൻ വിവരങ്ങളെല്ലാം കൈമാറിയതാ. ആ സമയം നോക്കി അവന്മാർ നല്ലൊരു കുടുക്കിട്ട് അവനെ പിടിച്ചതാ. അവനിനി പുറത്തിറങ്ങണമെങ്കിലേ കുറച്ച് കഷായിക്കും. അല്ല, ഈ മൂർത്തിക്ക് അവിടെ നല്ല പിടിപാടൊക്കെയല്ലേ? പിടിപാടൊക്കെയാ, പക്ഷെ സംഭവം ഇച്ചിരി സീരിയസാ. ഇവിടുത്തെ പിടിപാട പോലല്ലോ അവിടെ. അത് ദുബായ് അല്ലേ? അവിടുത്തെ ജയിലൊക്കെ കയറിയാലേ കുറച്ച് കഷ്ടപ്പാടാ ഊരി പോരാൻ. അതും തെളിവുകളൊക്കെ ആദർശത്തിന് സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നേ. അതുകൊണ്ട് കുറച്ച് പാടുപെടും. അന്ന് തന്നെ ഞാൻ സംഭവങ്ങളെല്ലാം അറിഞ്ഞതാ. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷായി. എന്നെ ജയിൽ പുള്ളിയാക്കിയ അവനും അവന്റെ അമ്മയും അവന്റെ ഭാര്യയൊക്കെ അനുഭവിക്കണം. അത് മാത്രമുള്ളായിരുന്നു എന്റെ മനസ്സിൽ. അതെനിക്ക് സന്തോഷത്തോടെ കാണാൻ പറ്റി. നായനെന്ന് പറഞ്ഞവൾ തല ഇറങ്ങി വീണു. കൊച്ചു പോകുന്ന ഞാൻ കരുത്, പക്ഷെ അത് മാത്രം സംഭവിച്ചില്ല. എന്നിട്ടെന്താ ദേവയാനി വല്യമ്മ, അവളുണ്ടല്ലോ താടക, എന്റെ അമ്മേനെ അവരിട്ട് കഷ്ടപ്പെടുത്തുക. അവള് വന്ന കാലം തൊട്ടേ ഞങ്ങൾക്ക് കഷ്ടപ്പാടാ. അതിനെല്ലാം കാരണക്കാരിയായ അവള് ചങ്കത്തടിച്ച് കരഞ്ഞതും ഞാൻ കണ്ടു. എനിക്ക് കൺകുളിർക്ക് കണ്ടു. സന്തോഷമായി എന്ന് പറയുന്നുണ്ട്. എന്നെ ആ സ്ഥാപനത്തിലെ ജോലിന്ന് പിരിച്ചുവിടാനാ അനി.
അവനും കരയുന്നത് ഞാൻ കണ്ടു. ആദർശ് ജയിലിലായപ്പോ അവന്റെ ഒരു കൈയേറ്റുപോയ പോലെയായിരുന്നു അവന്റെ കരച്ചില്. എല്ലാം ഞാൻ കണ്ടു. എനിക്ക് സന്തോഷമായി, ഒന്നും പറയാനില്ല. മനസ്സ് ഇപ്പം തണുത്ത് കുളിരുക എന്നൊക്കെ പറയുമ്പം അനാമിക പറയുന്നുണ്ട്. അത് കേൾക്കുമ്പം ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ. അങ്ങനെ ഞങ്ങളെ താറടിച്ചിട്ടേ മൂർത്തിയും കുടുംബവും സന്തോഷത്തോടെ ജീവിക്കണ്ട. ഏതെങ്കിലൊക്കെ രീതിയിലെ അവര് കരഞ്ഞോണ്ടേ ഇരിക്കണം. അതിനുവേണ്ടിയ എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സംഭാഷണങ്ങളെല്ലാം തന്നെ ആ ഫോണിൽ റെക്കോർഡ് ആവുന്നുണ്ട്. ഇവര് കഴിച്ചിട്ടൊക്കെ എനിക്ക് പോയതിനു ശേഷം അവിടുത്തെ അയാൾ വന്നിട്ട് ആ ഫോൺ എടുത്ത് നേരെ കൊണ്ടുപോയി അനിക്ക് കാണിച്ചെടുക്കാണ്. എന്നിട്ട് അവന്റെ ഫോണിലേക്ക് അയാൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അനി പറയാണ്, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല, ഇതേ വലിയൊരു ബോംബാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ അനന്തപുരിയിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ അഭി വന്നിട്ടില്ല. ആനിമ പോയിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ട്. വേണും അവനെ കൂടി ഹോട്ടലിലേക്ക് കയറി പോകുന്നത് കണ്ടു. ആദിശേട്ടന്റെ ഈ ഒരു ജയിൽവാസത്തിന് പിന്നില് അഭി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടപ്പോ അതെനിക്ക് ഓക്കെ ആയി. അവൻ തന്നെ ഇതിന്റെ പിന്നിലെന്ന് പറയുന്നുണ്ട്. ഓഹോ, അങ്ങനെയാണോ? എങ്കിലേ ഇന്ന് തന്നെ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നീ താഴേക്ക് കൊണ്ടുവാ, നമുക്കത് ടിവിയിൽ തന്നെ ഇടാം എന്ന് പറയാണ്. അവനും വരണം, പിന്നെ അവന്റെ തള്ളയും പെണ്ണും പിള്ളയും എല്ലാം അവിടെ കാണണം എന്ന് പറയാണ്. അങ്ങനെ അനി പോയിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനി എല്ലാവരെയും താഴെ വിളിച്ചു കൂട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അഭിയപ്പളേക്കും അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. എല്ലാവരെയും ഞാൻ ഒരു സിനിമ കാണിക്കാൻ പോവാ. അപ്പൊ അഭി ചോദിക്കുന്നുണ്ട്, ആദിശയുടെ ജയിലിൽ കിടന്ന സമയത്താണോടാ നിന്റെ സിനിമ? ഇതേ അഭിയേട്ടനാ ആദ്യം കാണണ്ടേ അങ്ങനെ ഒരു സിനിമയാ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരോടും നിൽക്കായിരിക്കും. ഈ സമയത്ത് അനിയാണെങ്കില് ഫോണാണെങ്കിൽ ടി വിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അനാമികയും അഭിയും അതുപോലെ വേണുവും രേവതിയൊക്കെ ആയിട്ടുള്ള ഹോട്ടലിലെ സംഭാഷണങ്ങളുണ്ടല്ലോ, ആദർശിനെ കൊടുക്കാനായിട്ട് ഇവിടുന്ന് ഏറ്റവും ഹെൽപ്പ് ചെയ്തത് അഭിയാണെന്നുള്ള സംഭാഷണം അതെല്ലാം തന്നെ ആ ടി വിയിലൂടെ കാണുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും ദേവയാനി ഓടിച്ചെന്ന് അവന്റെ കുത്തിനോട് ചോദിക്കാണ്, എടാ ദ്രോഹി, കൂടെ വന്ന് നീ ഞങ്ങളെല്ലാരെയും ചതിക്കാന്നല്ലേടാ, നീ ഒറ്റ കാരണമല്ലേ ഇതെല്ലാം ഉണ്ടായത് എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും നയന പോയിട്ട്, എന്റെ വയറ്റില് ഒരു കുഞ്ഞുണ്ടെന്നെങ്കിലും നീ ഓർത്തോ, നീ എന്തൊരു മനസ്സാക്ഷിയില്ലാത്തവനാ എന്ന് പറയുമ്പോഴേക്കും ദേവേനെ പറയാണ്, അതെങ്ങനാ മോളെ, നിന്റെ വയറ്റിലെ കുഞ്ഞു പോണമെന്നല്ലേ അവന്റെ ആഗ്രഹം, അതിനുവേണ്ടിയല്ലേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ വന്ന് അവളുടെ കൈ പിടിച്ച് മാറ്റുന്നുണ്ട്. മതിയടി, നിർത്തടി, എന്റെ കെട്ടിയവനെ ജയിലിൽ അയച്ചപ്പോ ഇവിടെ ആർക്കും ഇങ്ങനൊരു പ്രശ്നമൊന്നും കാണുന്നില്ലായിരുന്നല്ലോ. നിന്റെ കെട്ടിനെ ജയിലിൽ അയച്ചേക്ക് മാത്രം എന്താ നിങ്ങൾക്കൊക്കെ ഇത്രയൊക്കെ അങ്ങോട്ട് കൊള്ളുന്നത്? എന്റെ ഭർത്താവിനെ ജയിലിലേക്ക് അയക്കാൻ നീയും നിന്റെ അനിയത്തിയും ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും എന്തുമാത്രം ശ്രമിച്ചു എന്നേ എനിക്കറിയാം. അത് തന്നെയാ എന്റെ ഭർത്താവും ചെയ്തത്. അതിലിപ്പോ വലിയ തെറ്റൊന്നും കാണാനില്ല, താരതമ്യപ്പെടുത്താനുമില്ല. ആദർശേട്ടൻ ചെയ്ത തെറ്റുകൾ വെച്ച് നോക്കുമ്പോളേ എന്റെ ഭർത്താവ് അതിലൊന്നുമല്ല, അങ്ങേരാ ഏറ്റവും വലിയ ഫ്രോഡ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവി പറയുന്നുണ്ട്, അയാളെ ഇപ്പോഴും ജയിലിൽ കിടന്ന് അറിയിക്കുന്നുണ്ടെങ്കിലേ അതിന് കാരണമേ ഞങ്ങളുടെയൊക്കെ പ്രാക്ക, എന്റെ മനസ്സിന്റെ വേദനയാ. ഞാനും കരഞ്ഞുകൊണ്ട് ആ സ്റ്റേഷനിൽ കൂടി കയറി ഇറങ്ങി നടന്നില്ലേ, ഈ വീട്ടിൽ കൂടെ നടന്നില്ലേ, അതിന്റെ എന്റെ കണ്ണീരിന്റെ ബലവാടി നിന്റെ ഭർത്താവ് ഇപ്പൊ അനുഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, നവിമോളെ ആവശ്യത്തിന് പറയണ്ട, ഇവന്റെ സ്വഭാവം പോലെയല്ല ആദർശിന്റെ സ്വഭാവം, അത് മോള് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ. മോനെ പറഞ്ഞപ്പോ നിങ്ങക്ക് അങ്ങനെ നൊന്തോ? അതെ, ഇവിടെ ഇപ്പോ അഭിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. അവനെ ജയിലിലാക്കിയപ്പോ ഈ നോവിച്ചൊന്നും ആർക്കും കണ്ടില്ലല്ലോ, സ്വന്തം മോനായപ്പോ അത് നോവുമല്ലേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, അവനെ ഇവനെ പോലെ കള്ളക്കടത്ത് സ്വർണത്തിനല്ല ജയിലിൽ പിടിച്ചിട്ടത്, അവിടെ ഉള്ളവന്മാര് മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് ഇവനെ കുടുക്കിയതാ, അതെങ്കിലും നീ ഇന്ന് മനസ്സിലാക്കിയ കൊള്ളാം എന്ന് നവീട് പറയുമ്പോ അയാള് ഇപ്പോഴല്ല ഇനി ഒരു വർഷത്തോളം അയാൾ ജയിലിൽ കിടക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശ് അപ്പോഴാണ് കേട്ടോ മുറിയിന്ന് ഇറങ്ങി താഴേക്ക് വരുന്നത്. ആദർശിനെ കൊണ്ട് ഞെട്ടി നിൽക്കാണ് കേട്ടോ അഭിയും ജലജയും നവിയൊക്കെ. അപ്പോ നയനെ പറയുന്നുണ്ട്, എന്താ മൂന്നുപേരും ഞെട്ടിപ്പോയോ? എങ്കിലേ ആദർശേട്ടൻ വന്നിട്ടേ 2-3 ദിവസമായി. ആദർശേട്ടൻ എന്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ ബിഹേവിയറും നിങ്ങളുടെയൊക്കെ സംസാരവും നിങ്ങളുടെ പ്രവൃത്തിയൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിട്ടേ ഞങ്ങൾ മനഃപൂർവ്വം ആദർശേട്ടൻ ഒളിച്ചിരുന്നത് തന്നെയാ. ആദർശേട്ടൻ വന്നിട്ടേ 2 ദിവസമായി എന്ന് പറയുമ്പോ നവ്യയും അഭിയൊക്കെ ഒന്നും മിണ്ടാ നിൽക്കാണ്. അഭിയോട് നയന ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ടടാ, മനസ്സിലായില്ലേ നീ ചെയ്ത തെറ്റെന്താണെന്നും എന്റെ ആദർശേട്ടൻ എന്താണെന്നും? ആദർശേട്ടനെ പോലെ ഒരാളാവാൻ നിനക്ക് ഒരിക്കലും പറ്റില്ല, അതെന്താണെന്ന് നിനക്കറിയാതിരിക്കുമല്ലോ. എന്റെ ആദർശേട്ടൻ എനിക്കെന്ന് ബെസ്റ്റ് തന്നെയാ.
നവി പറയുന്നുണ്ട്, എല്ലാ അവൾക്കുമാർക്കും അങ്ങനെ തന്നെയാടി. അവനവന്റെ ഭർത്താവാ ബെസ്റ്റ്, അല്ല നിനക്ക് മാത്രമല്ല. നിന്റെ ഭർത്താവിനെ പോലെ ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല. എല്ലാ തെറ്റുകളും ചെയ്തിട്ടും അത് മറച്ചു വെച്ച് എന്ത് ആത്മാർത്ഥമായിട്ടാ അയാൾ അഭിനയിക്കുന്നത്. അതെ, നിന്റെ ഭർത്താവാ, ചേച്ചിയുടെ ഭർത്താവാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലാതെ ആദിശനല്ല. ഇനി മേലാൽ ആദിശനെ കുറിച്ച് ഒരു വാക്ക് പോലും പറയരുത്. ഭർത്താവിനെ കൊണ്ടുവന്ന് റൂമിൽ ഒളിപ്പിച്ചു വെക്കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നേരത്തെ അങ്ങ് പറഞ്ഞാ പോരായിരുന്നു ജലജ ചോദിക്കുമ്പം ദേവേനി പറയാണ്, അപ്പൊ പിന്നെ നിന്റെയൊക്കെ മുഖത്ത് സന്തോഷം ഞങ്ങൾ എങ്ങനെ കാണും? നീയും നിന്റെ മകനും നിന്റെ മരുമകളും ഒക്കെ സന്തോഷിക്കുന്ന കാണാൻ വേണ്ടി തന്നെ ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതാടി. അതുകൊണ്ടെന്താ, സത്യങ്ങളെല്ലാം അറിയാൻ കഴിഞ്ഞല്ലോ. ദാ ഇപ്പോ ഈ ഒരു കാര്യവും അറിയാൻ കഴിഞ്ഞല്ലോ ഇവനാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന്. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അബിയുടെ കോളറെ പിടിച്ച് തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. ഈ സമയത്ത് അബിയെ പിടിച്ചു മാറ്റാൻ വേണ്ടി നവി ചെല്ലുന്നുണ്ട്. എന്തിനാ എന്റെ ഭർത്താവിനെ തല്ലുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭർത്താവിനെ ജയിലിൽ കയറ്റിയപ്പോ നിങ്ങളിവിടെ ആരെയും കണ്ടില്ലല്ലോ. എന്നിട്ടിപ്പോ അയാളെ ജയിലിൽ കയറ്റി മാത്രം എന്തിനാ നിങ്ങൾ വരുന്നത് എന്ന് ചോദിക്കാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിന് ആദിശം ചെയ്തിട്ടില്ലല്ലോ. അവനെ അവിടെ ഇവൻ മനഃപൂർവ്വം കുടുക്കിയതല്ലേ. പക്ഷേ ഇവൻ തെറ്റ് ചെയ്തിട്ടല്ലേ അവനെ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ജയിൽ പുള്ളി തന്നെയാ. എന്റെ ഭർത്താവിനെ ജയിലിൽ കയറ്റിയല്ലോ, അതുപോലെ അയാളെ കയറ്റി. സമത്തിന് സമം അത്രേ കരുതിയാ മതി. എന്റെ അബിയെ തൊടാനെ ഞാൻ ആരെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നവീൻ നേരെ മേളിൽ കയറി പോവാണ്. അതിൽ ലെക്കൊന്നും കയറി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അബി. അല്ലെങ്കിൽ അടിച്ച് മുത്തശ്ശൻ പുറത്താക്കിയാലോ. ആ ഒരു ഗ്യാപ്പില് നവീന് കൂടെ പേടിച്ച് നബി ഓടിച്ചെല്ലുന്നുണ്ട്. അവൻ ശരിക്കും ചമ്മി പോയി. കാരണം ഇവൻ റിലീസായ കാര്യമൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. അറിയാതെ ഭയങ്കര ഹാപ്പിയിലായിരുന്നല്ലോ. അങ്ങനെ ദേവേനെ പറയാണ്, എന്തായാലും അവനാന്നുള്ള കാര്യത്തില് ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മനസ്സിലായി. ഇവനിപ്പോഴും ആ അനാമികയായിട്ടൊക്കെ ബന്ധമുണ്ട്. അവളുമാരും കണ്ടില്ലേ പാർട്ടി ആഘോഷിക്കുക. എന്റെ മോൻ ജയിലിലായന്റെ. എത്രയൊക്കെ പറഞ്ഞാലും ഇവൻ ഒരിക്കലും നന്നാൻ പോണില്ല അച്ഛാ. മുത്തശ്ശൻ പറയാണ്, അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ അവന് ഒരു സ്ഥാനമാനങ്ങളും ഞാൻ കൊടുക്കാത്തത്. അനി പറയാണ്, അവനെ കമ്പനിയിൽ പിരിച്ചുവിട്ടതേ നന്നായി. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ചാരപ്പണി അവൻ ഉറപ്പായും ചെയ്യും. ആരെങ്കിലൊക്കെ സ്വാധീനിച്ച് കമ്പനി പൂട്ടിക്കാനും ആയിരിക്കും അവന്റെ ശ്രമം. മുത്തശ്ശൻ പറയാണ്, നോക്കട്ടെ എവിടം വരെ പോകുന്ന ഞാനും നോക്കട്ടെ. അവന്റെ എല്ലാ കളികളും ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. ഈ മൂർത്തി ആരാണെന്ന് അവനെ ഞാൻ അറിയിക്കും. ഇത്രയും കാലവും പാവല്ലേ, അനാഥനല്ലേ എന്നൊക്കെ ഓർത്ത് ഒരുപാട് സ്നേഹം കൊടുത്ത ജലജേനെ അഭിയെ വളർത്തിയത് അതിന്റെ പ്രതിഫലവാ അവരിപ്പോ തന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. ആദർശ പറയാണ്, ഇനിയിപ്പോ എന്തായാലും ഒളിച്ചുകളുടെ ആവശ്യമില്ലല്ലോ. 3 പേരും ചമ്മി നിൽക്കുന്ന മുഖം കണ്ടല്ലോ, സമാധാനമായി. എന്തായാലും അവന് എന്തോ ഒരു പണി എനിക്ക് ഇവിടുന്ന് തരുന്നുണ്ടെന്ന് അവിടെ ചെനിക്ക് മനസ്സിലായി. ഇവിടുന്ന് ആരോ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. എന്തായാലും എന്റെ ബാധ തെറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി എന്ന് ആദർശ് പറയാൻ കേട്ടോ. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് കാണിക്കുന്നുണ്ട്. ഇതുപോലുള്ള സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.